Hello all, this is Misaj here. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ് കോംപ്ലക്സിറ്റി തിയറി. ഇറ്റ് കംസ് അണ്ടർ ദ യൂണിറ്റ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സിറ്റി തിയറീസായ പി ആൻഡ് എൻ പി ക്ലാസ് പ്രോബ്ലംസും എൻ പി കംപ്ലീറ്റ്നെസ്സുമാണ്. അതുകൂടാതെ കഴിഞ്ഞ നെറ്റ് എക്സാമിന് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോമിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പ്രീവിയസ് പേപ്പേഴ്സിൽ പി ആൻഡ് എൻ പി ക്ലാസ് പ്രോബ്ലംസിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾസോ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോമിൽ നിന്ന് കഴിഞ്ഞ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കോംപ്ലക്സിറ്റി തിയറി. ബട്ട് നമ്മൾ കോംപ്ലക്സിറ്റി തിയറി തന്നെയല്ലേ ടോപ്പിക് 2-ൽ പഠിച്ചത്? അല്ല, വ്യത്യാസമുണ്ട്. അവിടെ പഠിച്ചത് കോംപ്ലക്സിറ്റി ഓഫ് ആൻ അൽഗോരിതമാണ്. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ അൽഗോരിതംസ് ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ വിച്ച് വൺ ഇസ് ബെറ്റർ. അവിടെ നമ്മൾ ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ് ഒക്കെ പഠിച്ചു, വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ഡിഫറെൻറ്റ് നൊട്ടേഷൻസ്. ബട്ട് this chapter deals with the complexity of a problem. For example, the sorting problem. അവിടെ sorting ഒരു പ്രോബ്ലമാണ്. But there are many algorithms with which sorting can be done. ആ sorting എന്ന പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോബ്ലം എന്ന് പറയുന്നത്. Thus, we would like to know how difficult a problem is in order to know what solution to look for. ഇനി ഏതൊക്കെ ക്ലാസ്സസ് ഉണ്ടെന്ന് നോക്കാം. പി ക്ലാസ് പ്രോബ്ലം, എൻ പി ക്ലാസ് പ്രോബ്ലം. ഹിയർ P stands for polynomial. അതായത് if at all any problem can be solved within polynomial time. അവിടെ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് polynomial time means big of n raised to k. k can be any constant. ഇങ്ങനെ ഒരു സമയത്തിനുള്ളിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ഈസ് കോൾഡ് എ പി ക്ലാസ് പ്രോബ്ലം. എന്നാൽ പോളിനോമിയൽ ടൈമിൽ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ബട്ട് ഇൻഫാക്റ്റ് ഇഫ് വി ക്യാൻ വെരിഫൈ ഇറ്റ് ഇൻ ദാറ്റ് ടൈം, അങ്ങനെയാണെങ്കിൽ അത് എൻ പി ക്ലാസ് പ്രോബ്ലമാണ്, അതായത് നോൺ പോളിനോമിയൽ. സോ ഇൻഫാക്റ്റ് എൻ പി ക്ലാസ് പ്രോബ്ലംസ് നമുക്ക് എൻറ്റയർലി സൊല്യൂഷൻ സോൾവ് ചെയ്ത് തരില്ല, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് തരില്ല. ഉള്ള ഒരു സൊല്യൂഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് പോളിനോമിയൽ ടൈമിൽ ചെക്ക് ചെയ്യാം, ബട്ട് ഇറ്റ് കനോട്ട് സോൾവ് ഇറ്റ് ഇൻ പോളിനോമിയൽ ടൈം. സോ ദീസ് ആർ കോൾഡ് എൻ പി ക്ലാസ് പ്രോബ്ലംസ്. നമുക്ക് ഓരോന്നിനെയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പി ക്ലാസ് പ്രോബ്ലംസ്. These are classes of decision problems having polynomial time deterministic algorithms. അപ്പോൾ ഇവിടെ ഒരു വാക്കും കൂടി വന്ന് deterministic algorithms എന്ന് വെച്ചാൽ എന്താണ്? It is a system which can always compute the correct answer. അതായത് പ്രോപ്പർ ആയിട്ടൊരു ആൻസർ പോളിനോമിയൽ ടൈമിൽ തരാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് പോളിനോമിയൽ ടൈം ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം. So in short, the decision problem, it can give you a yes or no question. അതായത് കൺഫ്യൂഷൻ ഇല്ലാതെ ഒന്നുകിൽ യെസ് എന്ന് പറയാം അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പറ്റുന്ന പ്രോബ്ലംസ്, അതാണ് പി ക്ലാസ് പ്രോബ്ലം. ആക്ച്വലി നമ്മൾക്കറിയാവുന്ന ഒരുപാട് അൽഗോരിതംസ് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് പോളിനോമിയൽ ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നവയാണ്. ഫോർ എക്സാമ്പിൾ മിനിമം സ്പാനിങ് ട്രീ, ഫ്രാക്ഷണൽ നാപ്സാറ്റ്, സോർട്ടിംഗ് എക്സെട്ര. ഇനി എൻ പി ക്ലാസ് പ്രോബ്ലംസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ദീസ് ആർ ക്ലാസ് ഓഫ് ഡിസിഷൻ പ്രോബ്ലംസ് സോൾവബിൾ ഇൻ പോളിനോമിയൽ ടൈം വിത്ത് നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം. അതായത് നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്നാൽ ഇറ്റ് ഓൺലി ട്രൈസ് ടു ഗെസ് ദ റൈറ്റ് ആൻസർ ഓർ സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിന് ഒരു പാരലൽ മെഷീനായിട്ട് കാണാം. ദാറ്റ് ക്യാൻ സിംപ്ലി ഫ്രീലി സ്പോൺ ഔട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്രോസസ്സസ്. സോ ദേ ക്യാൻ ബി കോൾഡ് ആസ് എൻ പി ക്ലാസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ടൈം പ്രോബ്ലംസ്. സോ സം എക്സാമ്പിൾസ് ആർ ട്യൂറിംഗ് മെഷീൻ പ്രോബ്ലം, അതായത് ട്യൂറിങ്സ് ഹോൾട്ടിംഗ് പ്രോബ്ലം. It is not solvable by any computer, no matter how much time is given. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് മോസ്റ്റ്ലി
are optimization or decision problems. അപ്പോൾ എപ്പോഴും ഒരു കറക്റ്റ് ഒപ്റ്റിമം റിസൾട്ട് തരണമെന്നില്ല. അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് NP ക്ലാസ് പ്രോബ്ലംസ്. സോ ഫ്രം ഓൾ ദിസ് വി നോ ദാറ്റ് P will be a subset of NP. സോ അതിനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, if we can find a solution in polynomial time, we can verify that solution is correct in polynomial time also. P subset of NP ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ബട്ട് P is equal to NP ആണെന്ന് ഇതുവരെയ്ക്കും പ്രൂവ് ചെയ്തിട്ടില്ല. And also in August 2010, a researcher, Vinay Diolalikar at HB Labs have proved that P is not equal to NP. Has some flaws. Thus, P is equal to NP യും പ്രൂവ് ചെയ്തിട്ടില്ല, P is not equal to NP യും പ്രൂവ് ചെയ്തിട്ടില്ല. It's still a research topic. Okay, anyways, let's continue. അടുത്ത നമുക്ക് NP hard and NP complete problems ഏതാണെന്ന് നോക്കാം. So, NP hard problems are those sets of problems that are at least as hard as the hardest problems in NP. സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ NP എന്ന കവറേജ് ഉള്ള ഏരിയയുടെ ഏറ്റവും മുകളിൽ വരുന്ന പോർഷൻ ആയിരിക്കും NPയുടെ ഹാർഡസ്റ്റ് പ്രോബ്ലംസ്. സോ അതിന് മുകളിലേക്കുള്ള പോർഷനാണ് NP ഹാർഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ഇറ്റ് ലൈക്ക് സം ഡിവിഷൻ വിത്തിൻ NP പ്രോബ്ലംസ്. ഇനി NP കംപ്ലീറ്റ് പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. NP കംപ്ലീറ്റ് പ്രോബ്ലംസ് ആർ ദോസ് വിച്ച് ആർ NP ഹാർഡ് ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ NP. NPയുടെ പ്രോപ്പർട്ടി എന്തായിരുന്നു? that a solution can be verified in polynomial time. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടി കൂടി ഉള്ള ഒരു NP ഹാർഡ് പ്രോബ്ലമാണ് NP കംപ്ലീറ്റ് പ്രോബ്ലം. സോ ഫ്രം ദ വെൻ ഡയഗ്രം വി ക്യാൻ സീ ഇറ്റ്സ് an intersection between NP class and NP hard class problems. Thus, NP complete set is a subset of NP hard set. Now കുറച്ച് എക്സാമ്പിൾസും കൂടെ കൊടുത്തിട്ടുണ്ട്. P ക്ലാസ് പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം. NP കംപ്ലീറ്റ് പ്രോബ്ലമാണ് വെർട്ടെക്സ് കവറിംഗ് പ്രോബ്ലം. ആൻഡ് NP ഹാർഡ് പ്രോബ്ലം ഇസ് ദ ട്യൂറിംഗ് ഹോൾട്ടിംഗ് പ്രോബ്ലം. ആൻഡ് ആക്ച്വലി ദിസ് ട്യൂറിംഗ് ഹോൾട്ടിംഗ് പ്രോബ്ലം ഹാസ് നെവർ ബീൻ സോൾവ് ബൈ എനിബഡി യെറ്റ്. എന്താണ് ആ പ്രോബ്ലം എന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഗിവൺ എ പ്രോഗ്രാം ആൻഡ് ആൻ ഇൻപുട്ട്. അപ്പോൾ ദ പ്രോബ്ലം സ്റ്റേറ്റ്സ് ദാറ്റ് whether the program will eventually halt when run with that input. അതിനൊരു ഔട്ട്പുട്ട് കിട്ടണം. or will run forever. അപ്പോൾ ഈ ഒരു ഡിസിഷൻ പ്രോബ്ലത്തിന് ഇതുവരെയ്ക്കും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഓൾസോ അലൻ ട്യൂറിംഗ് proved that general algorithms to solve the halting problem for all possible program input pairs cannot exist. As old as that may seem, Turing machine was used as a mathematical definition of a computer and a program as well. It's amazing, right? Okay. Next, NP complete problem ആയിട്ട് vertex cover problem പറഞ്ഞു. ആ problem എന്താണെന്നൊന്ന് പറയാം. Given a graph, it's finding out the minimum sized vertex set that covers all edges. അതായത് ഏറ്റവും കുറവ് വെർട്ടിസസ് കൊണ്ട് എല്ലാ എഡ്ജസും കവർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം, അതാണ് വേർട്ടെക്സ് കവർ പ്രോബ്ലം. സോ ഇറ്റ്സ് ആൻ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഇൻ ഷോർട്ട്. ആൻഡ് ദ പ്രോബ്ലം ക്യാൻ ബി സ്റ്റേറ്റഡ് ലൈക്ക് ദിസ്. ഗിവൺ ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് G ആൻഡ് another variable K. Is there a vertex cover of size K? ഇതാണ് ആ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് cannot be solved easily. But if solved, it can be verified in polynomial time. So hope these concepts are clear. We'll move on to the next portion, which is fast Fourier transform. This is a new topic, fast Fourier transform, and this comes under digital signal processing. അപ്പോൾ സിഗ്നൽസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം FFT എന്താണെന്ന് പറയാൻ. So a signal has two domains. One is the time domain and a frequency domain. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സിഗ്നൽ റെപ്രസെൻ്റ് ചെയ്യുന്ന
basic equation is a sin omega x plus phi, where capital A is the amplitude, omega is the angular frequency, or omega is equal to 2 pi f എന്നും പറയാം. F is the frequency term here. And phi is the phase of the angle. ഇനി ഈ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾക്ക് ഏത് തരത്തിലുള്ള സിഗ്നലും ക്രിയേറ്റ് ചെയ്യാം. സിഗ്നൽ f of x can be created. Okay, let's see what Fourier theorem states. Any periodic function can be expressed as the sum of a series of sinusoids. അതല്ലേ നമ്മളിപ്പോൾ കണ്ടത്. അതായത് weighted sum of sines and cosines of different frequencies can be summed up to give the periodic function. So this is being used in the Fourier analysis. It converts a signal from its original domain, that is the time domain, to a representation in the frequency domain. തിരിച്ചും ഇത് തന്നെ ചെയ്യാം. So block diagram നോക്കാം. Here f of x, which is the signal in the time domain, is applied with Fourier transform. Fourier transform apply ചെയ്യുമ്പോഴത്തേക്ക് it becomes capital F of omega. Omega is the frequency term as we had mentioned earlier, right? Now capital F of omega is the periodic function or signal in the frequency domain. ഇനി അതിനെ തിരിച്ച് നമുക്ക് ടൈം ഡൊമെയിനിൽ കൊണ്ടുവരണമെങ്കിൽ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. So it's as simple as that. Now this is just an example to get the feel of a periodic signal in the time domain. F of t is equal to sin 2 pi ft plus 1 by 3 sin 2 pi 3 ft. ഇവിടെ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നിരിക്കുന്നതാണ് the signal f of t. Now how is it formed? അത് ഫോം ചെയ്തത് sin 2 pi ft. അതാണ് സെക്കൻഡ് ബ്ലോക്കിൽ തന്നിരിക്കുന്ന signal. And 1 by 3 sin 2 pi 3 ft is given in the third block. So adding the second and third block signals, we got the first signal, which is f of t. ഇനി ഇതേ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിനിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ കാണാമല്ലോ, എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡുമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് സിഗ്നൽ സൈൻ 2 pi ft, അതിൻ്റെ ഫ്രീക്വൻസി ഇസ് അറ്റ് എഫ് ഇൻ ദ എക്സ് ആക്സിസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഇസ് അറ്റ് 1 in the y-axis. And the second signal 1 by 3 sin 2 pi 3 ft, അതിൻ്റെ frequency is 3f in the x-axis and 0.3 or 1 by 3 in the y-axis. Hope you must have got the concept. Next, Fourier transform and inverse Fourier transform. ഇത് രണ്ടും ബേസിക്കലി ഇക്വേഷൻസ് ആണ്. മുകളിൽ പറഞ്ഞ ടൈം ഡൊമെയിനിലുള്ള സിഗ്നൽ ഫോറിയർ ട്രാൻസ്ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വി ഗെറ്റ് ദ ടേംസ് ഫോർ ദ സിഗ്നൽ ഇൻ ദ ഫ്രീക്വൻസി ഡൊമെയിൻ വിച്ച് ഇസ് ക്യാപിറ്റൽ എഫ് ഓഫ് യു ഓർ ഒമേഗ. ഇവിടെ യു എടുത്തിരിക്കുന്നത് ബിക്കോസ് ഇൻ ദ ടൈം ഡൊമെയിൻ ദ ഫ്രീക്വൻസി വാസ് മെൻഷൻഡ് വിത്ത് യു. Therefore Fourier transform capital F of u is equal to integral minus infinity to infinity f of x, which is the signal in the time domain, into e raised to minus I u x. Here e raised to minus I u x is the Euler's formula, or we can say it as Euler's formula. അത് താഴെ കൊടുത്തിട്ടുണ്ട്. e raised to ik is equal to cos k plus I sin k, where I is equal to root of minus 1. And inverse Fourier transform in the equation is same as Fourier transform. വ്യത്യാസം വരുന്നത് ഇൻറ്റഗ്രൽസിനകത്ത് ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള ഇക്വേഷൻ ആയിരിക്കും കൊടുത്തത്. അതായത് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ക്യാപിറ്റൽ എഫ് ഓഫ് യു ആയിരിക്കും ഇൻറ്റഗ്രൽസിനകത്ത് കൊടുക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദ ഹോൾ ടേം ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 1 by 2 pi. നമ്മൾ ഇത്രയും നേരം ഫോറിയർ ട്രാൻസ്ഫോം എന്താണെന്ന് നോക്കി. ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. സോ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഇസ് എ ഫാസ്റ്റ് വേ ടു കൺവേർട്ട് ബിറ്റ്വീൻ ടൈം ഡൊമെയിൻ ആൻഡ് ഫ്രീക്വൻസി ഡൊമെയിൻ. വേറൊരു മെത്തേഡ് ഉള്ളത് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്.
Both DFT and FFT provide a mathematical method to transform a digital signal expressed with real numbers in the spatial domain, അതായത് time domain, into the frequency domain. And also to be noted, frequency domainൽ ഓരോ വാല്യൂവും കോംപ്ലക്സ് നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോമിന് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടേംസ് കുറച്ചും കൂടി ഷഫിൾ ചെയ്ത്, അതായത് ഹാഫ് ആയിട്ട് എടുത്ത് ഓഡ് നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷനും ഈവൻ നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷൻസും കൂടി സെപ്പറേറ്റ് ആക്കി എടുത്താണ് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്തത്. And that is what it splits and calculates even numbered and odd numbered terms separately from the DFT equation. ഈ ഫൈനൽ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. Now, since this whole unit is based on complexity theory, I have also included complexities of DFT and FFT. Time complexity of DFT is big O of n square and time complexity of FFT is big O of n log n, and we can see there is a huge difference here. So with this, our unit has ended and also almost all topics have been completed. ഇനി നിങ്ങൾക്ക് പ്രോബ്ലംസും മോക്ക് ടെസ്റ്റും ചെയ്ത് നോക്കാം. ബട്ട് ബിഫോർ അറ്റംപ്റ്റിംഗ് ദം നമ്മളുടെ തിയറി ബേസ് സ്ട്രോങ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഐഡിയാസ് കുറച്ചുകൂടി കോൺക്രീറ്റ് ആകത്തുള്ളൂ. So, thank you for your time and wish you all the best.